Good morning. Good morning, ma'am. Good morning. Okay, നമ്മുടെ പബ്ലിക് റിലേഷൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? Yes, ma'am. എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയില്ലേ? Yes, ma'am. ഓക്കെ, എവിടെ വരെ എടുത്തിരുന്നു? വോളണ്ടറി എഫേർട്സ് വരെയാണോ എടുത്ത് നിർത്തിയത്? ആണോ? എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഉണ്ടായിരുന്ന ആരുമില്ലേ? നെക്സ്റ്റ് സ്റ്റാഫ് ടേൺ ഓവർ ആണ്. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം അല്ലെ. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഒരു ഫസ്റ്റ് ബോക്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കുറച്ച് പോയിന്റ്സ്. എങ്ങനെയാണ് ആ ഒരു പബ്ലിക് റിലേഷനെ വിലയിരുത്താനായിട്ടുള്ള സൂചനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് എന്താണ് ഒരു ഇൻഡിക്കേറ്റർ അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ കെയർ അല്ലെ, വൈദ്യ പരിചരണങ്ങള് മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സൂചനകൾ വഴി ഈ ഒരു പബ്ലിക് റിലേഷൻ മികച്ചതാണോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. നല്ല മെഡിക്കൽ കെയറുകൾ കൊടുത്താൽ മാത്രമേ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ മെച്ചപ്പെടുത്താം അല്ലെ, അതുവഴി എങ്ങനെ ആ പേഷ്യൻസിനെ വളരെ ബെറ്റർ ആൻഡ് ഹാപ്പിയർ ആയിട്ട് നിലനിർത്താം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഈ പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഔട്ട്ഡോർ സർവേ ഏജൻസികൾ വഴി നമുക്ക് സർവേ നടത്താം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ ഇൻഹൗസ് സർവേകൾ നടത്താം അല്ലെ. അങ്ങനെ രണ്ട് രീതിയിലുമുള്ള സർവേകളിൽ അവർക്ക് ക്വസ്റ്റ്യനെയേഴ്സ് ആണ് കൊടുക്കുന്നത് അല്ലെ, ചോദ്യാവലികൾ കൊടുക്കുന്നു, അതിന് ഓപ്ഷൻസും ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ചോദ്യാവലികളും ഓപ്ഷൻസും ഉള്ള ഒരു ചോദ്യാവലികൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ സർവേ പബ്ലിക് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. സംതൃപ്തിയാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ സേവനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ കെയർ അല്ലെ, ട്രീറ്റ്മെന്റുകളെല്ലാം അവര് തൃപ്തരാണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അധികം സാറ്റിസ്ഫൈഡ് അല്ല, അവരുടെ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായ രീതിയിലാണെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള വഴികളാണ് പിന്നെ ആ ഒരു ആശുപത്രി നോക്കേണ്ടത്. ഓക്കെ ആണോ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് എത്രത്തോളം പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് കുറയുന്നു അത്രയും ബെറ്റർ ആയിരിക്കും ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടേക്കുള്ള വരുന്ന കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ പരാതികളുടെ എണ്ണം കുറവായിരിക്കും. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്ന ഒരു ആശുപത്രി ആണെങ്കിൽ അവിടെ എപ്പോഴും കംപ്ലൈന്റ്സുകളുടെ എണ്ണം കുറവായിരിക്കണം. ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പിൽ എന്താ പറയുന്നത്, അവരുടെ മുൻപിലേക്ക് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ, ഒരൊറ്റ ചോദ്യം അല്ലെങ്കിൽ ഒരൊറ്റ സാഹചര്യം അല്ലെങ്കിൽ ഒരൊറ്റ പ്രോബ്ലം ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവ രണ്ട് കൂട്ടരെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നമായിരിക്കാം. അപ്പൊ അതിന് അവരിൽ നിന്ന് ആൻസർ വേണം അല്ലെ, അതിനൊരു ആൻസർ വേണം. അത് ഓരോരുത്തരുടെയും അഭിപ്രായം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ. ആ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താനും അതുവഴി ആ ആശുപത്രിയുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും സാധിക്കണം. അപ്പൊ അവരുടെയും കൂടി അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ നിലനിർത്താനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് വോളണ്ടിയറി എഫേർട്ടുകളാണ് അല്ലെ. സ്വമേധയായുള്ള ശ്രമങ്ങൾ ആരുടെയാണ്? സന്നദ്ധ സേവകര് അല്ലെ. ഹോസ്പിറ്റലില് ചിലപ്പോ എന്താണ് അവിടെ ആളുകൾ ചിലപ്പോൾ സ്റ്റാഫുകൾ കുറവാണ്, ഓരോ സേവനങ്ങൾ ആളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാഫുകളുടെ എണ്ണം കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള സന്നദ്ധ സേവകർ സ്വമേധയാ വരുന്നതാണ്, ആശുപത്രി നിർബന്ധിച്ചിട്ട് വരുന്നതല്ല അല്ലെ. ആ ആശുപത്രിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അവര് അങ്ങനെയുള്ള സന്നദ്ധ സേവകര് ആ ഒരു ആശുപത്രിയിൽ പ്രവർത്തിക്കാനായിട്ട് വരുന്നത് അല്ലെ. അവരെപ്പോഴും ഒരു സർവീസ് മൈൻഡഡ് ആണ് അല്ലെ. അവരാണ് നമ്മളെപ്പോഴും എന്താണ്, അവർ നല്ല സർവീസ് മൈൻഡഡ് ആണ്, പ്രവർത്തിക്കാനായിട്ട്
ആയിട്ടുള്ള ഒരു മനസ്സുള്ള ആളുകളാണ്. അതുപോലെ അവർ എന്തൊരു കാര്യത്തിനും പേഷ്യന്റ് കെയർ കൊടുക്കേണ്ട ഏരിയയിലാണ് അവരുടെ ആവശ്യം, അതാണെങ്കിൽ അവിടെ കൊടുക്കുന്നു. അല്ലെങ്കിൽ പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടാണോ അവർക്ക് ആവശ്യം വരുന്നത്. അങ്ങനെ എല്ലാ ഭാഗത്തും അവരുടെ സർവീസുകൾ അല്ലെങ്കിൽ എഫേർട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ, കൂടുതൽ അങ്ങനെയുള്ള വോളണ്ടിയേഴ്സ് അല്ലെങ്കിൽ സന്നദ്ധ സേവകരുടെ ശ്രമങ്ങൾ ആ ഒരു ആശുപത്രിയിൽ കൂടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ മതി, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ അല്ലെ. ആ ആശുപത്രി പബ്ലിക്കുമായി നല്ലൊരു ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു ആശുപത്രിയാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പേരും ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം അല്ലെ. ക്ലിയർ ആണോ? അത്രയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, സ്റ്റാഫ് ടേൺ ഓവർ അല്ലെ. സ്റ്റാഫുകളുടെ ടേൺ ഓവർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ എന്താണ് എവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലില് മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താ, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തില് വളരെ കുറവ് ടേൺ ഓവർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ പിരിഞ്ഞു പോകുന്നത് വളരെ കുറവാണെങ്കിൽ അതിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാ പറയുന്നത്, ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ നല്ലൊരു പബ്ലിക് റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, നമുക്ക് ആ ഒരു സ്ഥാപനത്തിലെ അവിടുത്തെ ആളുകള് നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരുടെ ഒരു ബിഹേവിയർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ താമസിക്കുക അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യോ, സ്ഥിരമായിട്ട് ജോലി ചെയ്യോ? പിന്നെ ഇല്ല അല്ലെ. നമുക്ക് അവിടെ ചിലപ്പോ ബിഹേവിയർ നമുക്ക് അവരുടെ ഇഷ്ടപ്പെടാതെ വരാം അല്ലെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾ അങ്ങനെ പിരിഞ്ഞു പോകുന്നത്? ഒരു ജീവനക്കാര് പിരിഞ്ഞു പോകുന്നതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? എന്തൊക്കെ ഉണ്ടാവാം? അവരുടെ ബിഹേവിയർ കൊണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോ ഓവർ ഡ്യൂട്ടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറികൾ കൊടുക്കാത്തത് കൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ആ ജോലിക്കാർ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാര് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, കൂടുതൽ പേര് അവരിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു? നല്ലൊരു പബ്ലിക് റിലേഷൻ അവർക്ക് ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താ, ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗമാണ് അല്ലെ. പബ്ലിക്കിന്റെ ഭാഗമല്ല ഈ സ്റ്റാഫ് എന്ന് പറയുന്നതും. അപ്പൊ എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ ആ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ നല്ല ആ ഒരു ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പിലാണ് എല്ലാവരും പോകുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, ഇപ്പൊ സാലറി കുറവാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ തുടർന്നും അവിടെ തന്നെ ജോലി ചെയ്യും അല്ലെ. അതേസമയം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു മാസം നിൽക്കാം എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ പകുതി വെച്ച് തന്നെ നിർത്തി അല്ലെങ്കിൽ പിരിഞ്ഞു പോവാറുണ്ട് അല്ലെ. അപ്പൊ എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫുകൾ ഒത്തിരി പേര് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞില്ല, മിനിമം ടേൺ ഓവർ ആണ്. അവിടെ പിരിഞ്ഞു പോകുന്നതിന്റെ അവിടുത്തെ ജീവനക്കാര് ആ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ എണ്ണം കുറവാണെങ്കിൽ അവിടെ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാ പറയുന്നത്, ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ നല്ല പബ്ലിക് റിലേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. എന്താണ് പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന്റെ കൺസിസ്റ്റൻസി, സ്ഥിരത, അവരുടെ ഹാജർ സ്ഥിരത എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അല്ലെ. Then higher patient turn up when patients are reminded of their appointment as text message, email or over the phone. എന്താണ്, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റുകൾ എടുക്കുകയാണ്, ഡോക്ടറെ കാണാൻ വേണ്ടി നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഒരു അടുത്ത ആഴ്ചത്തേക്ക് ആയിരിക്കും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വരുന്നത്. അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മൾ ചിലപ്പോൾ ആ ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോവാം അല്ലെ. നമ്മൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി ചില ആശുപത്രികൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ ആണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്, നെക്സ്റ്റ് ഡേ ആണ്, ഇന്ന സമയത്താണ്, ഇന്ന ഡോക്ടറെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ടോക്കൺ നമ്പർ ഇത്രയാണ് എന്ന രീതിയിൽ ചിലപ്പോൾ ഫോണുകളിലൂടെ നമ്മൾ ബന്ധപ്പെടാം അല്ലെ. അല്ലെങ്കിലോ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ അവർക്ക് അയക്കാം. അല്ലെങ്കിൽ വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണെങ്കിൽ ഇമെയിൽസിലൂടെയും അവർക്ക് നമുക്ക് എന്ത് ചെയ്യും, ആ റിമൈൻഡേഴ്സ് ചെയ്യണം അല്ലെ, അവര് ഓർമ്മിപ്പിക്കും നമ്മളെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആശുപത്രികൾ അങ്ങനെ ചെയ്യാറുണ്ട്.
നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അല്ലെ? അപ്പൊ അത് എന്തിനു വേണ്ടിയാ അവരങ്ങനെ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവർക്ക് എന്താണ് അതിന്റെ ഒരു ഗുണം കിട്ടുന്നത്? എന്താണ്? അപ്പൊ അവരങ്ങനെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പറ്റുക? നമ്മൾ അങ്ങനെ അവര് റിമൈൻഡ് ചെയ്തില്ല, നമ്മൾ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും അല്ലെ? ആ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തത് മറന്നു പോവാറുണ്ട് അല്ലെ? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരാണ്, മറന്നു പോകും അല്ലെ? നമ്മൾ അത് കൃത്യമായിട്ട് ചിലപ്പോൾ ചിലര് ഒരാഴ്ചയൊക്കെ ആണ് കഴിഞ്ഞാണ് ഉള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, നമ്മൾ വിട്ടുപോകും. ചിലപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്ന, ഞാൻ ഇങ്ങനെ ഒരു ദിവസം അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ എന്ന് വിചാരിക്കും അല്ലെ? അപ്പൊ നമ്മൾക്ക് ഒരു മടിയായിരിക്കില്ലേ പിന്നെ ആ ഒരു ആശുപത്രിയിലേക്ക് പോവാൻ, അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് ചിലർ അങ്ങനെയാണ്, ഒരു ഡോക്ടർ പറയുന്ന ഒരു ദിവസം ഉണ്ടാവും അല്ലെ, അതനുസരിച്ചാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് അല്ലെ? ഇന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം എത്തുന്നതിന് മുമ്പ് വന്ന് കാണിക്കുക, ഒരു ഡോസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് കഴിയുമ്പോൾ വന്ന് കാണിക്കാനായിരിക്കും പറയാ അല്ലെ? അപ്പൊ ആ ഒരു ദിവസം കഴിഞ്ഞാല് പിന്നെ ഡോക്ടേഴ്സ് നമ്മൾ വഴക്ക് പറയോ എന്ന് വിചാരിച്ച് നമ്മൾ ചിലരെന്ത് ചെയ്യും? പോവില്ല പിന്നെ അല്ലെ? പോവാതിരിക്കാറുണ്ടോ? അങ്ങനെ ഡോക്ടേഴ്സിനെ പിന്നെ കാണാൻ പോവാതിരിക്കാറുണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് പോവാൻ മടിയാവുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ഹോസ്പിറ്റലില് വേറൊരു ഡോക്ടറെ ആയിരിക്കും പിന്നെ പോയി കാണും അല്ലെ? അങ്ങനെ ഒരു ഡോക്ടറെ കാണാൻ മടിച്ച് നമ്മൾ പോയില്ല എങ്കിൽ നമ്മൾ മറ്റൊരു ഡോക്ടറെ പിന്നെ കൺസൾട്ട് ചെയ്യും. കാരണം ഈ ഡോക്ടർ നമ്മൾ വഴക്ക് പറഞ്ഞാലോ, കൃത്യസമയത്ത് നമ്മൾ ചെന്നിട്ടില്ല, പിന്നെ നമ്മുടെ ഈ അവസ്ഥ കൂടി കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പിണങ്ങിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? വേറൊരു ഡോക്ടറെ കാണാനായിട്ടായിരിക്കും കൂടുതൽ പോവുക അല്ലെ? അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പേഷ്യൻസ് വരുന്നതിന്റെ എണ്ണം എന്തായി? കുറഞ്ഞു അല്ലെ? പേഷ്യൻസിന്റെ ആ ഒരു കൺസിസ്റ്റൻസി, സ്ഥിരത എന്ന് പറയുന്നത് കുറഞ്ഞില്ലേ? അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇവര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എന്താ? അപ്പൊ അവിടെ ആ ഒരു പേഷ്യൻസ് ഇപ്പൊ ഒരു മാസത്തിൽ ഓരോ മാസവും വന്ന് കാണേണ്ട പേഷ്യൻസ് ആണെങ്കിൽ കൃത്യമായിട്ട് അവർ അപ്പോയിന്റ്മെന്റിൽ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് ആ ഒരു ആശുപത്രിയിലേക്ക് പറയുന്ന ഡേറ്റിന് വരും അല്ലെ? നമ്മൾ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, നാളെയാണ് നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓർത്തു അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകും അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു ഓരോ മാസവും ആ സെയിം പേഷ്യൻസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്ന് വിട്ടു പോകുന്നില്ല, അവിടെ സ്ഥിരമായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഹാജർ നിലവാരം അവിടെ സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയാണ് അവരെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ലൊരു ആശുപത്രി ആണെങ്കിൽ അല്ലെ നമ്മൾ അങ്ങനെ പിന്നെയും അവിടുത്തെ സേവനങ്ങൾക്ക് വേണ്ടി പോവുള്ളൂ. അപ്പൊ ആ ഒരു നല്ല പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കാൻ പറ്റുക അല്ലെ? അപ്പൊ ഇവിടെ പേഷ്യൻസുമായിട്ട് നല്ല അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കുന്നത് വഴി ആ പേഷ്യൻസുമായിട്ട് ഈ ആശുപത്രിക്ക് ആ പേഷ്യൻസിനോട് എന്തോരം ഒരു ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്ന് ആ പേഷ്യൻസിനെ തോന്നണം അല്ലെ? ആ പേഷ്യൻസിന് അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ആ ഹോസ്പിറ്റൽ അതിനനുസരിച്ച് എന്തൊരു ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടി എടുക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻസിന് തോന്നുകയും അതുവഴി അവരെ കൂടുതൽ ആശുപത്രിയിലേക്ക്, കൂടുതൽ പേഷ്യൻസിനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ആ ഒരു റിമൈൻഡേഴ്സ് ഒക്കെ അവര് നമുക്ക് നൽകുന്നത്. അതാണ് ആദ്യത്തെ സെന്റൻസിൽ പറയുന്നത്. ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് ദിയർ അപ്പോയിന്റ്മെന്റ്. ഇങ്ങനെ നമ്മൾ പേഷ്യൻസിന് ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ ആവാം, ഒരു ഇമെയിലുകളിലൂടെ ആവാം, അല്ലെങ്കിൽ അവരുടെ ഫോണിലൂടെ ആവാം. അവർ ഇങ്ങനെയുള്ള റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കുമ്പോ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു അല്ലെ? പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നു. അപ്പൊ ഈ ഒരു പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസുമായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻ, ആ പേഷ്യൻസുമായിട്ട് നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് നിലനിർത്തുകയാണെങ്കിൽ മോർ കൺസിസ്റ്റന്റ് വിൽ ബി ദ പേഷ്യൻസ് അറ്റൻഡൻസ്. പേഷ്യൻസിന്റെ ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ ഹാജർ നിലവാരം എന്ന് പറയുന്നത് സ്ഥിരതയോട് കൂടിയായിരിക്കും അല്ലെ? അതിൽ കുറവ് വരില്ല. കൂടുന്നത് കൂടുകയായിരിക്കും ഉണ്ടാവുക അല്ലെ? കുറവുണ്ടാവുന്നത് തടയാനും പറ്റും. ക്ലിയർ ആണോ? അത് നല്ലൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ നല്ല പേഷ്യൻസുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഇവിടെ പേഷ്യൻസ് കുറവാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും പേഷ്യൻസ് കുറവ് വരുന്നത് അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആവാത്ത രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നത് കൊണ്ടല്ലേ, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു ആശുപത്രിയിൽ പോവാതിരിക്കുന്നത്. അപ്പൊ അവിടെ എപ്പോഴും നല്ല പേഷ്യൻസിന്റെ നമ്പർ കൂടുകയാണെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളും കെയറുകളും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടല്ലേ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി കൂടുതൽ ആ ആശുപത്രിയിലേക്ക് പേഷ്യൻസിനെ എത്തിക്കാനും നല്ലൊരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആണോ?
ആ ബോക്സ് ക്ലിയർ ആയോ? ഓക്കെ. Then next ആണ് ഡൊണേഷൻസ്. ഡൊണേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിലേക്ക്. എവിടെ നിന്നാണ് ഈ ഡൊണേഷൻസ് കിട്ടുന്നത്? എവിടെ നിന്നാണ് ഡൊണേഷൻസ് കിട്ടുന്നത്? എവിടെ നിന്നാണ്? ആരിൽ നിന്നാണ് ഈ ഡൊണേഷൻസ് കിട്ടുക? നമ്മുടെ പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് അല്ലെ. പബ്ലിക്കിൽ നിന്ന് തന്നെയാണ് ഡൊണേഷൻസ് കിട്ടുക അല്ലെ, സംഭാവനകള്. Then hospitals primary mission is to treat and rehabilitate ill patients. ഹോസ്പിറ്റലിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക അല്ലെ, രോഗികളെ പരിചരിക്കുക, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുക എന്നതൊക്കെയാണ്. Then sometimes both the hospital and patient might fail to meet up with this the charges needed for this. ഇങ്ങനെയുള്ള ചിലപ്പോൾ ചില ആശുപത്രികൾക്ക് അവരുടെ ഫണ്ടിന്റെ അഭാവം മൂലമായിരിക്കും അവർക്ക് ആ ഒരു സർവീസ് കൊടുക്കാനുള്ള ഫണ്ടുകളുടെ അഭാവം മൂലം ചിലപ്പോ നല്ല ട്രീറ്റ്മെന്റുകൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാതെ വരാം അല്ലെ. ഇപ്പൊ നമ്മളെ ചില കമ്മ്യൂണിറ്റി സെന്ററുകളിലൊക്കെ നല്ല സർവീസുകളൊക്കെ അവർക്ക് അതിനുള്ള സ്റ്റാഫുകൾ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫണ്ടുകൾ അവർക്ക് ലഭ്യമായി കിട്ടാത്തത് കൊണ്ടൊക്കെ ചിലപ്പോ നല്ലൊരു ട്രീറ്റ്മെന്റ് ചിലപ്പോ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാതെ വരാം അല്ലെ. ഇനി ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കുന്ന ആശുപത്രിയാണെങ്കിൽ ആ ഒരു സർവീസിന് വേണ്ടിയുള്ള തുക ചിലപ്പോ പേഷ്യൻസിന് കൊടുക്കാൻ ഇല്ലാതെയും വരും അല്ലെ. രണ്ടുപേർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. ആ ഒരു സ്ഥാപനമാണെങ്കിൽ ചിലപ്പോ ആ സ്ഥാപനത്തിന് ഒരു സർവീസ് കൊടുക്കണം, നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ചിലപ്പോ നല്ല എക്യുപ്മെന്റ്സ്, മെഷീനറീസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതെല്ലാം അഫോർഡ് ചെയ്യാൻ ഇപ്പൊ അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ അവർക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആവാം. അല്ല എങ്കിലോ ഈ പറയുന്ന ട്രീറ്റ്മെന്റും സർവീസും ഒക്കെ കൊടുക്കുന്നത് ആ ഒരു നല്ല തുക നമ്മൾ ചിലപ്പോൾ ചെലവാകേണ്ടി വരും അല്ലെ. ആ ഒരു ആശുപത്രിക്ക് ആ ഒരു ഉപയോഗിക്കുന്ന ആ ഒരു സർവീസിന്റെ രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരില്ലേ. ആ ഒരു തുക ചിലപ്പോ ഈ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ രണ്ടുപേർക്കും ഈ പറയുന്ന കാരണങ്ങള് അതാണ് പറയുന്നത്. Sometimes both the hospital and patient might fail to meet up the charges needed for this. ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ, നല്ല കെയറുകൾ കൊടുക്കാൻ, അല്ലെങ്കിൽ ആ പേഷ്യൻസിന് നല്ല കെയറുകൾ ലഭ്യമാക്കാനൊക്കെ ഈ രണ്ട് കൂട്ടർക്കും അതിനു വേണ്ടിയിട്ടുള്ള ചാർജ് അല്ലെങ്കിൽ അതിനു വേണ്ടി ചിലവാക്കുന്ന തുക ചിലപ്പോ അവർക്ക് നേടാനായിട്ട് സാധിക്കില്ല. അതിൽ അവർ പരാജയപ്പെട്ടു പോവാം. സോ ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ contributions from the public in handy in such vital situations. ഇങ്ങനെയുള്ള ഒരു സുപ്രധാന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ പബ്ലിക്കിൽ നിന്നുള്ള ഡൊണേഷൻസും ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസുമാണ് ഇവരെ സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു ഡൊണേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പബ്ലിക്കിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പബ്ലിക്കിൽ നിന്ന് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ഹോസ്പിറ്റലുകൾക്കല്ലേ നമ്മൾ ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുക അല്ലെ. നല്ലൊരു ആശുപത്രിക്കാണ്, അതായത് നല്ല പബ്ലിക് റിലേഷൻ നിലനിർത്തുന്ന ആശുപത്രിക്കായിരിക്കും നമ്മൾ ഡൊണേഷൻസ് അല്ലെങ്കിൽ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് നൽകുക. ചിലപ്പോ ആശുപത്രിക്ക് നല്ല സർവീസ് കൊടുക്കാൻ മനസ്സുണ്ടാവും, പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സോ മെഷീനറീസോ ഇല്ല എങ്കിൽ നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാറില്ലേ ആശുപത്രിയിലേക്ക്. നമ്മൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് അല്ലെ ആളുകളിൽ നിന്ന് പിരിവുകളൊക്കെ നടത്തി നമ്മൾ എന്തെങ്കിലും ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ലേ. എന്തെങ്കിലും മെഷീൻസിന്റെ ആ മെഷീൻസ് കൊടുക്കാറുണ്ട്, എക്യുപ്മെന്റ്സുകളാണെങ്കിൽ അത് കൊടുക്കാറുണ്ട് അല്ലെ. അതുപോലെ എന്താണ് ബെഡുകൾ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാറുണ്ട് അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത് ആ ആശുപത്രിക്ക് അവരുടെ ഫിനാൻഷ്യൽ സെറ്റപ്പിൽ നിന്നുകൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് എന്താ രണ്ടു കൂട്ടരും ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല കെയർ അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആളുകൾക്ക് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അല്ലെ. അതുപോലെ നേരെ തിരിച്ചു നോക്കിയാലോ, ചിലപ്പോ പേഷ്യൻസിന് ഈ പറയുന്ന സർവീസുകൾക്ക് വേണം, ഒരു നല്ല ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ പോലും അത് എന്താണ് അവരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല. ആ ഒരു ട്രീറ്റ്മെന്റ് ആ സർവീസ് ആ ഹോസ്പിറ്റലിൽ പോയി എടുക്കാനായിട്ട് ചിലപ്പോൾ അവരുടെ കയ്യിൽ പണമില്ലാന്ന് വരും. ആ ഒരു പ്രധാനപ്പെട്ട സിറ്റുവേഷനിലും ആരാണ് സഹായിക്കുന്നത്? ഇങ്ങനെയുള്ള ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ആണ് സഹായിക്കുന്നത് അല്ലെ. പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കാറില്ലേ, ഡൊണേഷൻസ് ഒക്കെ കൊടുക്കാറില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് രീതിയിലും അപ്പൊ രണ്ട് കൂട്ടർക്കും ഒരുപോലെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിറ്റുവേഷൻസിൽ വളരെ ഈ ഡൊണേഷൻസും അതുപോലെ ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസും വളരെയധികം എന്താണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ സഹായകമാകുന്നത്.
കൊടുക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഡൊണേഷൻസ് ഒരു സ്ഥാപനത്തിലേക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ പബ്ലിക് ആ ഒരു സ്ഥാപനത്തെ അത്രയധികം ഇഷ്ടപ്പെടുന്നു, അല്ലെ? നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഒരു സ്ഥാപനത്തിന് ആ ഒരു പബ്ലിക്കുമായി നല്ലൊരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഇംപേഷ്യന്റ് ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ദാറ്റ് ഇസ് ലാമ. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ലാമ? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ എന്താണ് മെഡിക്കൽ അഡ്വൈസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെ, വിപരീതമായിട്ട് അവിടെ നിന്ന് വിട്ടുപോകുന്ന ഒരു അവസ്ഥ, അല്ലെ? ഇൻപേഷ്യൻസ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും വിത്തൗട്ട് ഡോക്ടേഴ്സ് പെർമിഷൻ ആണ്, ശരിയാണ്. ഡോക്ടേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം, അല്ലെ, നമ്മുടെ ആ ഒരു മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ട് വിപരീതമായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് വിട്ടുപോകുന്നു, അല്ലെ? അതാണ് ലാമ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവർ പോവാന്ന്, അല്ലെ? പല കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയായിരിക്കും പ്രധാന കാരണങ്ങള്? എന്തൊക്കെയായിരിക്കും പ്രധാന കാരണങ്ങള്? ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പല കാരണങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും, അല്ലെ? ചിലപ്പോ അവിടുത്തെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റികളുടെ കുറവ് മൂലമാവാം, അല്ലെ? അതുപോലെ അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാവാം, അല്ലെ? പൂർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സർവീസുകളൊക്കെ നല്ല രീതിയിൽ അല്ലാത്തത് കൊണ്ടാവാം, അല്ലെ? അതല്ലെങ്കിലോ ആ ട്രീറ്റ്മെന്റുകൾ ചിലപ്പോൾ ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവും, അല്ലെ? ഒരുപാട് തുകയൊക്കെ ചിലപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകളിലും ഇവരെന്ത് ചെയ്യാറുണ്ട്? അവിടെ നിന്ന് സ്വമേധയാ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ വിട്ടുപോരാറുണ്ട്, അല്ലെ? അവിടുത്തെ ആ ഡോക്ടേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് പോരുന്നത്, അല്ലെ? അതാണ് ലാമ എന്ന് പറയുന്നത്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആളുകൾ വിട്ടുപോവുകയാണ്. നോക്കിയേ, when an inpatient expresses the desire to live against the advice of physician, എന്താണ് ആ ഫിസിഷ്യൻസ് കൊടുക്കുന്ന അഡ്വൈസുകൾ, അല്ലെ, മെഡിക്കൽ അഡ്വൈസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് വിട്ടുപോകാനുള്ള ഒരു തീരുമാനം ആരെടുക്കുകയാണ്? അവിടുത്തെ ഇൻപേഷ്യൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു AMA പ്രൊസീജിയർ ഉണ്ട്. അറിയോ എന്താണ് ഒരു AMA പ്രൊസീജിയർ എന്ന്? പഠിച്ചിട്ടുണ്ടോ? ഒരു AMA പ്രൊസീജിയർ ഉണ്ട്, അല്ലെ? എന്താണെന്ന് പറഞ്ഞ AMA പ്രൊസീജിയർ എന്താണ് ഒരു AMA പ്രൊസീജിയർ? പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? ഇവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അത് പറയുന്നില്ല. ഒരു കൺസേൺ ഫോം ഉണ്ടാവും, അല്ലെ? അതൊക്കെ എവിടെയും പറയുന്നേ. ഒരു AMA പ്രൊസീജിയർ എന്താ? അവരുടെ ഫോം ഒക്കെ എന്ത് ചെയ്യും? അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു AMA പ്രൊസീജിയർ എന്താണെന്ന് അവരോട് ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു തീരുമാനം അവരെടുത്തു. എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസിനെതിരായിട്ടുള്ളതായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആ ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്യും, അല്ലെ? ഒരു കൺസേൺ ഫോം ഫിൽ ചെയ്ത് സൈൻ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. എന്താ? ഇറ്റ്സ് ആൻ AMA പ്രൊസീജിയർ ഈസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് ദ പേഷ്യന്റ് ഓർ റെസ്പോൺസിബിൾ പാർട്ടി സൈൻസ് ദ AMA ഫോം, അല്ലെ? ഒരു AMA ഫോം ഉണ്ടായി. അതെങ്ങനെയാണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇനി ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ആ ഹോസ്പിറ്റലിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അല്ലെ? അപ്പൊ ആ ഒരു AMA പ്രൊസീജിയർ എന്താണ് അവരോട് പറഞ്ഞു കൊടുക്കണം, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ പേഷ്യന്റ് അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ അവരുടെ കൂടെയുള്ള റിലേറ്റീവ്സ് ആവാം, അങ്ങനെ അവരുടെ ബന്ധപ്പെട്ട അവർക്ക് ഉത്തരവാദിത്തമുള്ള ആരാണ്? പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരാളാവാം. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ പാർട്ടി എന്ത് ചെയ്യണം? ഈ AMA ഫോമില് സൈൻ ചെയ്ത് കൊടുക്കണം, അല്ലെ? എന്തിനു വേണ്ടി അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? thus accepting responsibility for their decision and it becomes a part of the medical records. എന്തിനു വേണ്ടിയാണ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? എന്തിനു വേണ്ടിയാണ് അങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ റെക്കോർഡുകളിൽ രേഖപ്പെടുത്താനാണ്, അല്ലെങ്കിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഇല്ലേ? ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിന്ന് ഡോക്ടേഴ്സിന്റെ പെർമിഷൻ ഇല്ലാതെ പോവാണ്, അല്ലെ? ആ പോയി കഴിഞ്ഞ് അവർക്ക് എന്ത് വന്നാലും, അല്ലെ, അതിന്റെ ഉത്തരവാദി ആരായിരിക്കും എന്നാണ് ഇവർ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആരായിരിക്കും?
ഈ ഒരു അഡ്വൈസിൽ നിന്നും എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ പോവുകയാണെങ്കിൽ പിന്നീട് ആ രോഗിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ആർക്ക് മാത്രമായിരിക്കും? ഹോസ്പിറ്റലിനായിരിക്കും, ആ പേഷ്യന്റിന് തന്നെയായിരിക്കും അല്ലെ. അതാണ് ആ ഒരു ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ വ്യക്തി ആരാണോ ആ പേഷ്യന്റ് സ്വമേധയാ എടുത്ത തീരുമാനമാണ്, അല്ലാതെ ആരും പ്രിസ്ക്രൈബ് ചെയ്തെടുക്കുന്നതല്ലല്ലോ. അപ്പൊ ആ ഒരു സ്വമേധയാണ് തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ അവര് തന്നെയായിരിക്കും അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റലുകാർക്ക് യാതൊരു വിധത്തിലുള്ള അതിലൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു AMA ഫോം, കൺസേൺ ആയിട്ടുള്ള ആ ഒരു ഫോം സൈൻ ചെയ്ത് വാങ്ങുന്നത്. അങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിയത് എന്ത് ചെയ്യുന്നു? മെഡിക്കൽ റെക്കോർഡിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഇനി പിന്നീട് ഈ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അപ്പൊ ഇവർക്ക് ഈ ഒരു കൺസേൺ ഫോം എടുത്ത് കാണിച്ചു കൊടുക്കാം അല്ലെ. കൺസേൺ ഫോം കാണിച്ച് ഇവർക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പോയതാണ്. അപ്പൊ അവർക്ക് ഇനി എന്ത് വന്നാലും അവര് തന്നെയായിരിക്കും അതിന് ഉത്തരവാദി എന്ന് അവർ എഴുതി തന്ന ഒപ്പിട്ട് തന്നിട്ടാണ്, ബന്ധപ്പെട്ട ആളുകൾ എഴുതി ഒപ്പിട്ട് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഹോസ്പിറ്റൽ നമ്മളെ സ്ഥാപിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പൊ ഹോസ്പിറ്റൽ എപ്പോഴും ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് പിടിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെയുള്ള ലാമ പേഷ്യൻസ് അല്ലെ, മോർ ലാമ പേഷ്യൻസ് വേഴ്സർ ഈസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻസ്. അതെ, സെൽഫ് കോൺസിക്വൻസ് വന്നാൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി അവരുടെ സ്വന്തം തന്നെയായിരിക്കും അല്ലെ, സ്വന്തമായിട്ടായിരിക്കും അവര് അത് റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്. നോക്കി, ലാമ പേഷ്യൻസ് കൂടുതലാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് വേഴ്സർ ആയിരിക്കും, മോശമായിരിക്കും അല്ലെ. മോശം പബ്ലിക് റിലേഷനിൽ മോശമായിട്ടുള്ള സർവീസുകൾ കൊടുക്കുന്നത് കൊണ്ടാവാം, നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യാത്തത് കൊണ്ടാവാം അല്ലെ. അങ്ങനെ പല കാരണം ആ ഹോസ്പിറ്റലിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം ചിലപ്പോൾ അവർ പോകുന്നത് അല്ലെ. ഒത്തിരി പേര് ഇങ്ങനെ ലാമ പേഷ്യൻസ്, ഒത്തിരി ഇങ്ങനെ ആളുകള് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വേഴ്സർ ആയിരിക്കും അല്ലെങ്കിൽ മോശമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ ആ ഒരു ബോക്സ്? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ലാമയുടെ ഫുൾ ഫോം അറിയാമല്ലോ അല്ലെ. ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ ലാമയുടെ ഫുൾ ഫോം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. നോക്കി, എന്താണ് ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, നമ്മുടെ ഓരോ പ്രാദേശിക പത്രങ്ങൾ അല്ലെ, നമ്മുടെ ഓരോ ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അതിലേക്ക് എഡിറ്റേഴ്സിന് എന്ത് കൊടുക്കുക? ലെറ്റേഴ്സ്, കത്തുകൾ നൽകുക. Then all newspapers have a page where letters from the readers are published. അത് വായനക്കാർക്ക് പബ്ലിഷ് ചെയ്യാൻ, വായനക്കാരുടെ കത്തുകൾ പബ്ലിഷ് ചെയ്യാനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഒരു പേജ് ഉണ്ടായി. അറിയോ നിങ്ങൾക്ക്? നമ്മുടെ വായനക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഈ പബ്ലിക്കിനെ അറിയിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്ററുകൾ അയക്കുക അല്ലെ. റീഡേഴ്സിന്, ആ വായനക്കാർക്ക് ഒരു ലെറ്റർ അയക്കുക. ആ ലെറ്റർ ഓക്കെ ആണെന്ന് ആ ഒരു എഡിറ്റർക്ക് തോന്നുകയാണ്, വളരെ റെലവെന്റ് ആണ് തോന്നുകയാണെങ്കിൽ അത് അവരെന്ത് ചെയ്യും? ആ കൃത്യമായിട്ടുള്ള പേജില് പബ്ലിഷ് ചെയ്യും. അറിയോ നിങ്ങൾക്ക്? അഡ്വർടൈസ്മെന്റ്സ് മാത്രമല്ല, എന്താണ് നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇഫ് there is something in news that you want to respond to or let the public know of some medical situations like arising epidemics, you can write a letter to the editor and make it published. അതായത് എപ്പിഡമിക്സ്, എന്തെങ്കിലും പകർച്ചവ്യാധികൾ വന്നാലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഇപ്പൊ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ആണതല്ലേ, ഇതിൽ പകർച്ചവ്യാധികൾ വന്നപ്പോ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് പേര് അവരുടെ അഭിപ്രായം എന്താണ്, അവര് അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങള്, സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്സ്, ഓരോ പേജുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കാരണം പുതിയതായിട്ട് വന്നൊരു പകർച്ചവ്യാധിയാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പബ്ലിക്കിലേക്ക്, പൊതുജനങ്ങളിലേക്ക് നമുക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ പൊതുജനങ്ങളെ അറിയിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കത്ത് എഴുതാവുന്നതാണ്. ആ ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് ഒരു കത്ത് എഴുതി ആ എഡിറ്റർ പരിശോധിക്കും, വെറുതെ അല്ലാണ്ട് പബ്ലിഷ് ചെയ്യുന്നേ, നല്ല റെലവെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അത് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അവരെന്ത് ചെയ്യും? അത് പബ്ലിഷ് ചെയ്യുന്നു. ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ, ഇങ്ങനെ പുതിയതായിട്ടുള്ള ഒരു പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ മെഡിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണ്
അവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് എഡിറ്റേഴ്സിന് നൽകാവുന്നതാണ്. അതിൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനെ കുറിച്ച്. എഡിറ്റർക്ക് അത് മികച്ചതാണെന്ന് തോന്നുകയാണെങ്കിൽ എഡിറ്റർ എന്ത് ചെയ്യുന്നു, ഒരു പബ്ലിക് അവയർനെസ് കൊടുക്കാൻ, ശരിയാണ്, പബ്ലിക്കിനെ കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ, ആ ഒരു കാര്യത്തെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവുണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെ, അത് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ന്യൂസ് പേപ്പറുകളിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പൊ കൂടുതലും ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് അതിലൂടെയും ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പൊ അതാണ് ആ പറയുന്ന ബോക്സ്. ക്ലിയർ ആണോ അത്? എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞത്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അതിനു മുൻപ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആരാണെന്ന് നമ്മൾ നോക്കണം, അല്ലെ? ആരാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്? ആരാണ്? മാനേജസ് ദി, എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത്? മാനേജസ് ദി പബ്ലിക് ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി, അതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് ഇമേജ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാനേജ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും പബ്ലിക് റിലേഷൻ ഓഫീസർ. ക്ലിയർ ആണോ? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് അതെ അവരെന്തൊക്കെയാ മാനേജ് ചെയ്യുന്നത്? ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് ഇമേജ്, അല്ലെ, നല്ലൊരു പബ്ലിക് ഇമേജ് വരുത്തണം, അല്ലെ, ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് നല്ലൊരു റെപ്യൂട്ടേഷൻ, നല്ല പ്രശസ്തിയിലാക്കണം, അതുപോലെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇമേജ് ആളുകളിൽ കൊണ്ടുവരണം. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അവരുടെ കുറച്ച് ക്വാളിറ്റീസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് ആംബിൾ കോമൺ സെൻസ്. എന്താ? ഒരു വിശാലമായ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ ബുദ്ധിയുള്ളവരായിരിക്കണം, അല്ലെ? ഒരു നല്ല കോമൺ സെൻസ് ഉള്ളവരായിരിക്കണ്ടേ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്? കാരണം എന്താ? പബ്ലിക്കുമായിട്ട് ഇടപെടുന്ന സമയത്ത് അവര് പറയുന്ന കാര്യങ്ങൾ, അല്ലെ, പബ്ലിക് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരോട് റെസ്പോണ്ട് ചെയ്യാനും, അല്ലെ, അതായത് അവർ നല്ല കോമൺ സെൻസ് ഉള്ളവർക്ക് അത് സാധിക്കുള്ളൂ, അല്ലെ? അതേസമയം അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ അവർക്ക് മറുപടികൾ കൊടുത്താല് നല്ലൊരു റിലേഷൻഷിപ്പ് അവർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് അത് കോമൺ സെൻസ് ഉപയോഗിച്ചത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കാനൊക്കെ ആർക്ക് സാധിക്കണം? ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് സാധിക്കണം. അതാണ് ഒരു വിശാലമായ ഒരു മതിയായ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. എന്താ? നല്ലൊരു ഒന്നാം തരം സംഘടനാ ശേഷി ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങളും ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനങ്ങളും കൃത്യമായി ഓർഗനൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സംഘടിപ്പിക്കാനുള്ളൊരു കഴിവ് ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. എന്താണ്? നല്ല ലക്ഷ്യബോധവും വസ്തുനിഷ്ഠതയും ഉണ്ടായിരിക്കണം. എന്ത് കാര്യം വന്നാലും അത് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് അത് ജഡ്ജ് ചെയ്യാൻ, വിശകലനം ചെയ്യാൻ, അതുപോലെ തന്നെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനുള്ളൊരു കഴിവാക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞേ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എബിലിറ്റി ടു ഇമേജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. എന്താ? എല്ലാ കാര്യങ്ങളും കുറിച്ചും ഇമാജിൻ ചെയ്യാൻ, സങ്കല്പിക്കാൻ, അതിന് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവ് കൂടി ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. പരിധിയില്ലാത്തൊരു ശേഷി ഉണ്ടായിരിക്കണം. എന്താണ് ഇവിടെ പെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ആ ഒരു വേദനയല്ല ഉദ്ദേശിക്കുന്നത്. എന്താ? ഇപ്പൊ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരുന്നില്ല അപ്പോൾ ആ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ചിലപ്പോ പല സിറ്റുവേഷൻസും നേരിടേണ്ടതായിട്ട് വരും, അല്ലെ? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ട് അവരെ മെന്റലി ഇല്ലാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലിഗേഷൻസോ പ്രോബ്ലംസോ ഒക്കെ ഇവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവിടെ ആ ഒരു വേദന അല്ലെങ്കിൽ അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് അവരത് അപ്പോ അങ്ങനെ എന്ത് ചെയ്യരുത്, കൺസിഡർ ചെയ്യല്ല ചെയ്യരുത്. മറിച്ച് എന്താണ്? ആ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കൺസിഡർ ചെയ്ത് അതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അതിനെ
അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയണം അല്ലെ. അതാണ് ആ പറയുന്നത് അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടേക്കിംഗ് പെയിൻ. അങ്ങനെ എന്തൊരു സിറ്റുവേഷൻ അവർക്കെതിരെ വന്നാലും അതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് തളരാതെ മുന്നോട്ട് വരാനുള്ളൊരു കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടായിരിക്കണം. റെഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്, ദീർഘനേരം ജോലി ചെയ്യാനുള്ളൊരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി എത്ര നേരം വേണമെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി, കഴിവ്, ഈ സന്നദ്ധത അവർക്ക് ഉണ്ടായിരിക്കണം. Then be realistic and sense of humor. എന്താണ്, വളരെ യാഥാർത്ഥ്യ ബോധവും അതുപോലെ കർമ്മബോധവും ഉള്ളവരായിരിക്കണം അല്ലെ. നമുക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ആളുകളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? ആണോ? ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളോടൊക്കെ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ അല്ലെ? അവരോട് നമുക്ക് ഒരുപാട് എന്താണ് സംസാരിക്കാൻ ഇഷ്ടമാണ്. നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെയും അതാണ്, എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആകുമ്പോൾ പബ്ലിക്കുമായിട്ടാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പബ്ലിക്കുമായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹ്യൂമർ സെൻസിലൂടെ ഒരു കാര്യം പറയണം. ഒരു ഹ്യൂമർ സെൻസിൽ പറയുന്നതാണോ നമ്മളോട് ദേഷ്യപ്പെട്ട് പറയുന്നതും അതേ കാര്യം തന്നെ ഒരു ഹ്യൂമറസ് ആയിട്ട് നർമ്മബോധത്തിലൂടെ പറയുന്നതും രണ്ടും രണ്ട് രീതിയിലാണ് അല്ലെ നമ്മൾ എടുക്കുന്നത്. ഒരു ദേഷ്യപ്പെട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഹാപ്പി അല്ലെ, ഹൃദയിലെ. അതേസമയം അതൊരു കോമഡി രൂപത്തിൽ അല്ലെങ്കിൽ നർമ്മബോധത്തിൽ നമ്മളോട് പറയുന്ന സമയത്ത് ഒരു ഹ്യൂമർ കലർത്തി നമ്മളോട് പറയുമ്പോൾ ആ കാര്യം നമ്മളെ മനസ്സിലാക്കുന്നുമുണ്ട്, പക്ഷെ നമുക്കത് അത്രയും ഹാർട്ട് ആവുന്നില്ല അല്ലെ. ആണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെയാണെങ്കിലും നല്ലൊരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്, അതുപോലെ വളരെ റിയലിസ്റ്റിക് ആണ് ആ വ്യക്തിയെങ്കിൽ യഥാർത്ഥ ബോധമുള്ള ഒരാളാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാകുമ്പോൾ അവർക്ക് പബ്ലിക്കിനോട് എന്താ കഴിയുന്ന സമയത്ത് നല്ല രീതിയിൽ അവരെ നല്ല രീതിയിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് capacity to write and speak English fluently. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും വായിക്കാനുമുള്ള അല്ലെങ്കിൽ പറയാനുമുള്ളൊരു കഴിവുണ്ടായിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് നല്ല ഫ്ലുവന്റ്, കാരണം പല രീതിയിലുള്ള ആളുകളാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എല്ലാം നമ്മുടേതായ ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ, നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ വരുന്ന VIPs ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും പറയാനുമുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, പൊതു ഇടങ്ങളിൽ അല്ലെ. ഇവിടുത്തെ നൈസ് വോയിസ് എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ശബ്ദമാണ് അല്ലെ. അത് ഒരു ശബ്ദത്തെ വെച്ച് ഒരാളെ നമുക്ക് ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ലൊരു അത് കാരണം നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, അത് നമ്മുടെ ദൈവം തരുന്ന ശബ്ദമാണ് അല്ലെ, സൗണ്ടാണ്. പലർക്കും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പൊതു ഇടം അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിൽ സംസാരിക്കാൻ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കണം. അതായത് നല്ല രീതിയിൽ അത് അവരെ സംസാരിച്ച് ഓരോ കാര്യങ്ങളും ഒരു പൊതു ഇടങ്ങളില് അത് സംസാരിച്ചവരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ദെൻ ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, എന്താ ക്രിയാത്മകമായ ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, അവരുടെ ആ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഒരു തൊഴിലിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന ധാരണ ഇവർക്ക് ഉണ്ടായിരിക്കണം. എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യേണ്ടത്, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ എന്ത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാകും. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്, എന്താ ആ ഒരു ഹോസ്പിറ്റലിനെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള എബിലിറ്റീസ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ എങ്ങനെ വർദ്ധിപ്പിക്കാം, അതിനുള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഇന്റലിജൻസ്, നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം. അതുപോലെ ആന്റിസിപ്പേഷൻ, എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു സമീപനമായിരിക്കണം. എന്ത് കാര്യം ചെയ്താലും അതിൽ നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫലം ഉണ്ടാവണം എന്ന അടിസ്ഥാനമാക്കിയായിരിക്കണം അവർ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കേണ്ടത്. മീഡിയ സ്പെഷ്യലൈസേഷൻ അല്ലെ, പല മീഡിയാസ് ഒക്കെ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യാനായിട്ട് നല്ല കഴിവുണ്ടായിരിക്കണം. പല മാസ് മീഡിയാസ് ഉണ്ട്, ന്യൂസ് പേപ്പർ ആവാം, TV ആവാം, റേഡിയോസ് ആവാം, അങ്ങനെ പല മീഡിയാസ് ഉണ്ട്. ആ മീഡിയാസിനെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ആൻഡ് എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, എന്താ എഡിറ്റോറിയൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവുക. അതായത് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ വേണം. നമ്മള് എഡിറ്റോറിയൽ ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറിലേക്ക് ലെറ്റേഴ്സ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ
അതുപോലെ പല കാരണങ്ങളും സാധനങ്ങളും നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അല്ലെ. അപ്പൊ അതൊക്കെ എഴുതി തയ്യാറാക്കാനൊക്കെയുള്ള ഒരു എക്സ്പെർട്ട് എന്താണ് അവിടെ ഒരു അവിടുത്തെ ഒരു എക്സ്പെർട്ട് ആയിരിക്കണം ഈ വ്യക്തി എന്ന് പറയുന്നത്. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് നമ്മൾ പറയുന്നത്. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തി നിലനിർത്തണം. അതുപോലെ ആ ഒരു സ്ഥാപനത്തിന്റെ പബ്ലിക് ഇമേജ് അല്ലെ, പൊതു പ്രതിച്ഛായ, പൊതു ഇമേജ് ഒക്കെ നിലനിർത്താനായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും പബ്ലിക് റിലേഷൻ ഓഫീസർ. അവരുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. നല്ലൊരു കോമൺ സെൻസ് ഉള്ള ആളായിരിക്കണം, നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി വേണം, അതുപോലെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ജഡ്ജ് ചെയ്യാനും വളരെ ഒബ്ജക്റ്റീവാണ് ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇമേജിൻ ചെയ്യാനും അതുപോലെ നല്ല കാര്യങ്ങൾ കണ്ടാൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ എന്താണ് ടേക്കിംഗ് പെയിൻസ്. എന്തൊരു പ്രോബ്ലം വന്നാലും അവർക്കെതിരെ എന്ത് പ്രോബ്ലം വന്നാലും അതിനെ ഓവർകം ചെയ്ത് അതിനെ ഫേസ് ചെയ്ത് അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരാനായിട്ടുള്ളൊരു ഒരു കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കണം. അതുപോലെ എന്തൊരു ദീർഘനേരം എത്ര നേരം വേണമെങ്കിലും ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. അതുപോലെ വളരെ റിയലിസ്റ്റിക് ആയിരിക്കണം, നല്ല ഹ്യൂമൻ സെൻസ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് എഴുതാനും പറയാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ പൊതുവിടങ്ങളിൽ നന്നായി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നന്നായി സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ക്രിയാത്മകമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനെക്കുറിച്ച് നല്ല അടിസ്ഥാനപരമായ അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ചുള്ള പ്രതിച്ഛായ ഇമേജ് അല്ലെ, ആ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം, മുൻകൂട്ടി എല്ലാം കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നവരായിരിക്കണം. അതുപോലെ ഒരു റിസൾട്ട് ഓറിയന്റഡ്, ഫലത്തെ ആശ്രയിച്ച് ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനമായിരിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടണമെന്ന രീതിയിലായിരിക്കണം അത് ഓരോ കാര്യങ്ങളെയും സമീപിക്കേണ്ടത്. മീഡിയംസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ എഡിറ്റോറിയൽസ് പോലെ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ആ 4 റോൾസിന്റെ പേര് പഠിച്ചു വെക്കാം കേട്ടോ. 4 എണ്ണവും പേര് പഠിച്ചു വെക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 4 പേരും ഇമ്പോർട്ടന്റ് ആണ്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോളുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തവ ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാറാണ്. 4 പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. 4 പേരും പഠിച്ചു വെച്ചേക്കാം. ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ആണ് അഡ്വക്കേറ്റ്, സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിക്കേറ്റർ, തേർഡ് വൺ ആണ് പ്രോബ്ലം സോൾവർ ആൻഡ് ഫോർത്ത് വൺ ആണ് ഒപ്പീനിയൻ മാസ്റ്ററോ. നോക്കിയേ, ഫസ്റ്റ് വൺ ആണ് അഡ്വക്കേറ്റ് അല്ലെ. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം അല്ലെ. ഒരു അഡ്വക്കേറ്റ് എന്താണ് ഇവിടെ അല്ലെ? ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ഒരു അഡ്വക്കേറ്റ് ആണോ എന്ന് തോന്നാം അല്ലെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആ ഒരു റോള്, അതായത് ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതുപോലെ ആ ഒരു സ്ഥാപനത്തിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു അഡ്വക്കേറ്റ് എങ്ങനെയാണോ അതാണ് ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ ചീഫ് അഡ്വക്കേറ്റ് ഫോർ ദ കമ്പനി. ആ ഒരു സ്ഥാപനത്തിന്റെ ചീഫ് അഡ്വക്കേറ്റ്, ചീഫ് ലീഗൽ അഡ്വൈസർ പോലെ ആയിരിക്കണം ആ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ പ്രവർത്തിക്കുന്നത്. Then he has to concentrate all energy on building an organization. ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് മുഴുവൻ എനർജിയും അവരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു നല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ മാനേജറിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാരണം എന്താ? ഒരു ആശുപത്രി, ഇപ്പൊ ഒരു സ്ഥാപനം, ഏതൊരു സ്ഥാപനവുമായിട്ടെ അത് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ, നല്ല പബ്ലിക് ഇമേജ് അതിനുണ്ടാവാൻ, അതുപോലെ നല്ല രീതിയിൽ അത് നല്ല പ്രശസ്തിയോടെ മുന്നേറാൻ, എല്ലാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു എനർജി അല്ലെങ്കിൽ അതുമായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അത് കെട്ടിപ്പടുക്കാനുള്ള എല്ലാ എനർജിയും ഈ ഒരു പബ്ലിക് റിലേഷൻ മാനേജറിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അവരായിരിക്കണം അതിന്റെ മെയിൻ
എന്താണ് തലവന്മാരായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് പ്രവർത്തിക്കേണ്ടത്. നല്ല രീതിയിലുള്ള എന്താണ് ഹീസ് ദ സ്പോക്സ് പേഴ്സൺ ഫോർ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ് കൂടിയാണ് ആരെന്ന് പറയുന്നേ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ, ഈ പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. വക്താവ് എന്ന് പറഞ്ഞാൽ ആരാ? സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? ശരിക്കും ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്രസെന്റേറ്റീവ് അല്ലെ, പ്രതിനിധി, ആ ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് സ്പോക്സ് പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന്റെ പ്രതിനിധിയായിട്ട് ആരാണ് നിൽക്കേണ്ടത്? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് നിൽക്കേണ്ടത്. ഇവിടെ അഡ്വക്കേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ ആ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെയാണോ ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്നത്, ഒരു അഡ്വക്കേറ്റിനെ പോലെ തന്നെ ഈ പബ്ലിക് റിലേഷൻ മാനേജറും പ്രവർത്തിക്കേണ്ടതാണ്. ഒരു കമ്പനി, ഒരു സ്ഥാപനമാവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, സംഘടനയാവാം, ആ ഒരു സ്ഥാപനത്തിനെ ബന്ധപ്പെട്ട് അവിടെ ആ ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ഒരു ചീഫ് അഡ്വക്കേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കുന്നത് അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറും കൊടുക്കേണ്ടതാണ്. അതുപോലെ ആ ഒരു സ്ഥാപനം, ആ ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിനുള്ള മുഴുവൻ എനർജിയും ആരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ഈ പബ്ലിക് റിലേഷൻ ഓഫീസറിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവരാണ് ഏറ്റവും എന്താണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. ഈ ഒരു സ്ഥാപനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ലൊരു പബ്ലിക് ഇമേജ് ഉണ്ടാക്കാനും അതുപോലെ നല്ല റെപ്യൂട്ടേഷൻ അത് കൊണ്ടുപോകാനൊക്കെ അതെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യേണ്ടതും എന്റെ എല്ലാ എനർജിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ പബ്ലിക് റിലേഷൻ ഓഫീസറിലായിരിക്കും. ദെൻ ഇദ്ദേഹം എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ അല്ലെങ്കിൽ വക്താവ് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ്. ആ മാനേജ്മെന്റിന് വേണ്ടി, ആ ഒരു ഗ്രൂപ്പിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു വ്യക്തി, ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു റെപ്രസെന്റേറ്റീവ് പ്രതിനിധിയായിട്ടും ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ക്ലിയർ ആണോ? അഡ്വക്കേറ്റ് എന്ന ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. സെക്കൻഡ് വൺ ആണ് കമ്മ്യൂണിക്കേറ്റ്. അല്ലെ, നമുക്കറിയാവുന്ന കാര്യമാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. പബ്ലിക് റിലേഷൻ മാനേജർ എന്നുണ്ട് കേട്ടോ, അവിടെ മാനേജർ മാത്രമേ ഉള്ളൂ, മാനേജർ എന്നുണ്ട് കേട്ടോ. ദ പബ്ലിക് റിലേഷൻസ് മാനേജർ crafts communication policies and supervise the development of all statements and news releases for the company. എന്താണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജർ ചെയ്യുന്നത്? ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ പോളിസി, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പോളിസീസ് അല്ലെങ്കിൽ നയങ്ങൾ വികസിപ്പിക്കുക. അതുപോലെ എന്താണ് സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കേണ്ടത്? ഡെവലപ്മെന്റ് ഓഫ് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ന്യൂസ് റിലീസസ്, അതായത് മീഡിയാസുമായി ബന്ധപ്പെട്ട് ന്യൂസ് റിലീസുകൾ നടത്താറുണ്ട് അല്ലെ, നമ്മള് സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ സർവീസുകളെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഉയർത്തുന്ന രീതിയിലുള്ള പല എന്താണ് പത്രക്കുറിപ്പുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള റിലീസുകൾ, അഡ്വർടൈസ്മെന്റ്സ് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കാറില്ലേ? അപ്പൊ അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, ആ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്, അതുപോലെ പുതിയ പുതിയ ന്യൂ റിലീസുകൾ ടിവിയിലാവാം അല്ലെങ്കിൽ ഏത് മാസ് മീഡിയാസിലുള്ള റിലീസുകളൊക്കെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതും അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും ആരാണ്? ഈ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട പോളിസി അല്ലെങ്കിൽ നയങ്ങൾ വികസിപ്പിക്കുകയും അതുപോലെ തന്നെ മീഡിയാസിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, അത് ഓരോ സ്റ്റേറ്റ്മെന്റുകളിലൂടെ ആവാം, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് വികസിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ റിലീസുകളായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിക്കുകയും അത് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയും വേണം. രണ്ടാമതായിട്ട് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്സ്. ഈ പറയുന്ന ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് സോഷ്യോളജി, അതുപോലെ സൈക്കോളജി, ദെൻ ഗുഡ് ജേർണലിസം മുതലായ ടാലന്റ്സ് ഉള്ളവർ കൂടി ആയിരിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻസ് ഹാവ് ടു ബി ക്ലിയർ. നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് നടത്തുമ്പോൾ ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എങ്ങനെയായിരിക്കണം? വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ, ആ ഓഡിയൻസിന് വ്യക്തമായത് മനസ്സിലാവും
അല്ലെ? ബ്രീഫ് ആയിരിക്കണം, ഒരുപാട് നീട്ടി വലിച്ചൊന്നും പറയാൻ പാടില്ല, വളരെ ചുരുക്കി വളരെ വ്യക്തമായിട്ടായിരിക്കണം കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ആൻഡ് റെലവെന്റ് ടു ദ ഓഡിയൻസ്, പബ്ലിക്കിന് അല്ലെങ്കിൽ ഓഡിയൻസിന് വളരെ പ്രശസ്തമാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് എന്ന് തോന്നുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന റോൾ എന്താ പറയുന്നത്? പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ വികസിപ്പിക്കുക, അതുപോലെ തന്നെ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ വികസിപ്പിക്കുക, അതുപോലെ പുതിയ പുതിയ റിലീസുകൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മീഡിയാസിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പുതിയ റിലീസുകൾ എന്ത് ചെയ്യുക? സൂപ്പർവൈസ് ചെയ്യുക. രണ്ടാമതായി പറഞ്ഞത് ഒരു നല്ല പബ്ലിക് റിലേഷൻ ഓഫീസർ എന്തൊക്കെ ടാലൻസ് ഉണ്ടായിരിക്കണം? സോഷ്യോളജി, സൈക്കോളജി, നല്ലൊരു ജേർണലിസം മുതലായ ടാലൻസ് ഉള്ളവരായിരിക്കണം ആരെന്ന് പറയുന്നത്? നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും ഓഡിയൻസിന് വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിരിക്കണം, അതുപോലെ വളരെ ബ്രീഫ് ആൻഡ് ചുരുക്കത്തിലായിരിക്കണം പറയുന്നത്. ഒരുപാട് നീട്ടി വലിച്ച് അവരെ കൺഫ്യൂസ്ഡ് ആക്കാതെ വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ കൃത്യമായി വളരെ പ്രസക്തമായി എന്ത് ചെയ്യുക? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ക്ലിയർ ആണോ അത്? കമ്മ്യൂണിക്കേറ്റർ ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് പ്രോബ്ലം സോൾവർ. പ്രോബ്ലം സോൾവർ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, നമ്മുടെ പ്രോബ്ലംസ് ഹോസ്പിറ്റലിൽ ഒത്തിരി പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലെ, അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ദ പബ്ലിക് റിലേഷൻസ് മാനേജർ ഈസ് ദ അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടർ. എന്താണ് ഇവിടെ സ്പിൻ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ? ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് സ്പിൻ ഡോക്ടറാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായാല് ആ സംഭവം നമ്മുടെ പബ്ലിക് എങ്ങനെ അത് വ്യാഖ്യാനിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ പബ്ലിക് റിലേഷൻ മാനേജറിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ഒരു സ്പിൻ ഡോക്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം ഉണ്ടായി, ആ ഒരു സംഭവം ഉണ്ടായാൽ അത് പബ്ലിക് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കും അല്ലെ, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വ്യാഖ്യാനിക്കാം അല്ലെ. അപ്പൊ ആ പബ്ലിക് ആ ഒരു സംഭവം ഹോസ്പിറ്റലിൽ ഉണ്ടായാൽ അത് പബ്ലിക് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് ഓൾറെഡി തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന വ്യക്തി. അതാണ് സ്പിൻ ഡോക്ടർ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സ്പിൻ ഡോക്ടർ എന്താണ് ഉദ്ദേശിച്ചത്? ഹോസ്പിറ്റലിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലത്തിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മുടെ പബ്ലിക് വ്യാഖ്യാനിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഇപ്പൊ ഈ പബ്ലിക് റിലേഷൻ ഓഫീസർ എന്താ ചെയ്യേണ്ടത്? അവരത് മനസ്സിലാക്കണം, നേരത്തെ അത് തിരിച്ചറിയണം, ഈ പബ്ലിക് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രോബ്ലത്തെ നല്ല പോസിറ്റീവായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം എന്നാ പറയുന്നേ? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ആ സെന്റൻസ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? അശ്വതിക്ക് മാത്രമേ ക്ലിയർ ആയുള്ളൂ? ഒന്നുകൂടെ പറയണോ? എന്താണ് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാല് ഒരു സംഭവം, എന്തൊരു പ്രോബ്ലം ആയിട്ട് ഒരു സംഭവം ഹോസ്പിറ്റലിൽ നടന്നു, ആ സംഭവം നമ്മുടെ പബ്ലിക് എന്ന് പറയുന്നത് നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കാര്യം കേട്ടാലും നമ്മൾ പല രീതിയിൽ അത് വ്യാഖ്യാനിക്കില്ലേ? നമ്മുടെ പബ്ലിക് എന്ന് പറയുന്ന പല ആളുകളാണ് അല്ലെ, അവർ പല രീതിയിൽ അത് വ്യാഖ്യാനിക്കും. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നാൽ അത് പൊതുജനങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ഉണ്ടാവണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അങ്ങനെ ഒരു സംഭവം ഒരു ഹോസ്പിറ്റലിൽ നടന്നാൽ അത് പബ്ലിക്കിലേക്ക് എത്തുമ്പോൾ ആ ഹോസ്പിറ്റൽ നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ വരാൻ പോകുന്നതെന്ന് ഈ PR മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആ സംഭവത്തെ പോസിറ്റീവായിട്ട് ആളുകളിലേക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത് മനസ്സിലാക്കുകയും ഇത് ചെയ്യണം. അപ്പൊ പോസിറ്റീവായ രീതിയിൽ അത് മാറ്റിയില്ലെങ്കിൽ എന്ത് പറ്റും? ആ ഹോസ്പിറ്റലിന് പുറമെ അതിനൊരു ബാഡ് ഇംപ്രഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാവും അല്ലെ. ആ ഒരു നെഗറ്റീവ് ഇമേജ് ഒരു കാരണവശാലും ആ ഹോസ്പിറ്റലിൽ വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവം നടന്നാല് അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ അത് എന്ത് ചെയ്യണം? അത് കൺട്രോൾ ചെയ്യണം അല്ലെ. ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ വെച്ച് അത് സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അതുപോലെ അത് പുറത്തേക്ക് അറിഞ്ഞാലും അത് ആ ഹോസ്പിറ്റലിനെ നെഗറ്റീവായ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടാവണം എന്നാ പറഞ്ഞേ? ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടാവണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ഓക്കെയാണ്. Then next നോക്കിയേ, it is he or her job to put the best face on news and information that could embrace or define the company's reputation. അല്ലെ, ഇനി ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ കമ്പനിയുടെ ആ ഒരു പ്രശസ്തിക്ക് എന്തെങ്കിലും എന്തെങ്കിലും നഷ്ടങ്ങൾ, ഇപ്പൊ അവിടെ ഒരു എംബ്രാസ് ഓഫ് ഡിഫെയിം ചെയ്യുക, അവരെന്ത് ചെയ്യുക, അവർ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലോ, അല്ലെ, അങ്ങനെയൊക്കെ വരാറില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിനെ കുറിച്ച് പല രീതിയിലുള്ള ഫേക്ക് ന്യൂസുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്, അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തി, അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ, പ്രശസ്തിക്ക് കോട്ടം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും നാണക്കേട് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ആ വാർത്തകൾ എന്തായിരിക്കണം, ആ ഒരു സ്ഥാപനത്തെ അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിനെ കണ്ടെത്താനും അതിനെ സോൾവ് ചെയ്ത് ആ ഒരു ആശുപത്രിയുടെ ബെസ്റ്റ് ഫേസ്, അല്ലെ, നല്ല പ്രതിച്ഛായ നിലനിർത്തേണ്ടതും ആരുടെ കടമയായിരിക്കും? ഒരു വാർത്ത വന്നു, ആ ഒരു വാർത്ത എങ്ങനെയാണ് ആ ഒരു ആശുപത്രി എങ്ങനെ ബാധിക്കുന്നു, അല്ലെ, വെരി ഗുഡ്, PR-ന്റെ കടമയാണ്, അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്ന പ്രോബ്ലം സോൾവർ എന്നുള്ള നിലയിൽ നിൽക്കണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഒരു ആശുപത്രിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പ്രശസ്തിയെ ബാധിക്കുന്ന രീതിയിൽ, അവരെ നാണം കെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നാല് ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുകയും അത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുവഴി ആ ഒരു ആശുപത്രിയുടെ ബെസ്റ്റ് ഫേസ്, അല്ലെ, നല്ല പ്രതിച്ഛായ നിലനിർത്തുകയും ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ പബ്ലിക് റിലേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ആ ഒരു സെന്റൻസ് ക്ലിയർ ആയോ? ചില സെന്റൻസുകൾ ഇതില് കുറച്ച് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കാം. ഓഫൻ she will be called upon to polish common information into platinum data that gives the company more credit than would normally be due for routine accomplishment. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച്, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതൊരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ മീനിങ് എന്താണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ, അത് എന്തെങ്കിലും ഇപ്പൊ ഒരു പ്രോബ്ലത്തെ കുറിച്ചാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഒരു കോമൺ ഇൻഫർമേഷൻ ലഭിച്ചാല് അതിനെ നമുക്ക് പോളിഷ് ചെയ്ത് ആ ഒരു കോമൺ ഇൻഫർമേഷനെ പോളിഷ് ചെയ്ത് നമുക്ക് പ്ലാറ്റിനം ഡേറ്റയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അതൊരു പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ അതൊരു ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെ ഒരു കോമൺ ആയിട്ടൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അത് നിസ്സാരമാണല്ലോ എന്ന് വിചാരിച്ച് തള്ളിക്കളയരുതേ. അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ആ കിട്ടിയ ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് അത് പോളിഷ് ചെയ്ത് നല്ലൊരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുക. എന്ന് വെച്ചാൽ എന്താ? പ്ലാറ്റിനത്തിന് വില കൂടുതലാണോ? പ്ലാറ്റിനത്തിന് വില കൂടുതലാണോ? അല്ലേ? പ്ലാറ്റിനത്തിന് വില കൂടുതലല്ലേ? അപ്പൊ വില കൂടിയതാക്കി മാറ്റുക. അതായത് എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും നിസാരമാക്കാതെ ആ ഒരു പ്രോബ്ലം, ആ ഹോസ്പിറ്റലിൽ എന്തൊരു പ്രോബ്ലം വന്നാലും അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ആ ഒരു റോ ഇൻഫർമേഷൻ ആണ്, അല്ലെ, റോ ഡേറ്റയാണ് കിട്ടുന്നത്. അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അത് പോളിഷ് ചെയ്ത് നമ്മളൊരു പ്ലാറ്റിനം ഡേറ്റയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? വളരെ മൂല്യമുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുക, അല്ലെ. ഇതൊരു പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു മൂല്യമുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുക. അങ്ങനെ ഒരു മൂല്യമുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റുന്നത് എന്തിനാണ്? ഈ പറയുന്ന ആ പ്രോബ്ലത്തിന് കൃത്യമായുള്ള ഒരു സൊല്യൂഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. നമ്മൾ പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കൃത്യമായുള്ള സൊല്യൂഷൻ കിട്ടണം നമുക്ക്, അല്ലെ. അവരുടെ ആ പ്രോബ്ലത്തിന് കൃത്യമായ സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. എന്നാലല്ലേ അവിടെ ആ ഒരു വിശ്വസ്തത നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോളിഷ് ചെയ്ത് ആ വരുന്ന ഇൻഫർമേഷനെ പോളിഷ് ചെയ്ത് നമ്മൾ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഇൻഫർമേഷൻ ആക്കി മാറ്റി അത് എന്ന് പറയുന്നത് കിട്ടുന്ന പോളിഷ് ചെയ്ത പ്ലാറ്റിനം ഡേറ്റ എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ ആ പ്രോബ്ലത്തിന് വളരെ നിസ്സാരമായ ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ പ്രോബ്ലത്തിന് കൃത്യമായ സൊല്യൂഷൻസ് നമ്മൾ നൽകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ആശുപത്രിക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന
നേട്ടത്തെക്കാൾ കൂടുതൽ ക്രെഡിറ്റുകൾ ലഭ്യമാകുന്നു. ക്ലിയർ ആണോ? അത് ലഭ്യം. അപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഉള്ള നേട്ടങ്ങളെക്കാൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെറിയ പ്രോബ്ലം പോലും വളരെ നല്ല രീതിയിൽ അവരെ മികച്ചതാക്കി മാറ്റി നല്ല സൊല്യൂഷൻസ് കൊടുക്കുന്നത് വഴി ആ ഒരു ഹോസ്പിറ്റലിന്റെ ക്രെഡിബിലിറ്റി കൂടുതലല്ലേ ചെയ്യുന്നത്. നല്ലൊരു റിലേഷൻ അവർക്ക് അപ്പൊ ആ ഒരു പബ്ലിക്കുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനല്ലേ സാധിക്കുന്നേ. അതുകൊണ്ടാണ് അവിടെ ഒരു നല്ല പ്രോബ്ലം സോൾവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു.